ഈ സമയം ആര്യാക്ഷൻ അവിടേക്ക് രംഗപ്രവേശം ചെയ്തു. മഹാരാജൻ, ഒരു പ്രധാനപ്പെട്ട സന്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ യുവരാജാവിനെ സേതാഗിരിയിൽ ബന്ധിതനാക്കി വെച്ചിരിക്കുകയാണെന്ന് ചാരന്മാർ മുഖേന അറിയാൻ കഴിഞ്ഞു. ഇത് കേട്ടതും മഹാരാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അസംഭവ്യം! എങ്ങനെയാണിത് സംഭവിക്കുക? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്രയും വേഗം നമ്മുടെ സേനയെ സജ്ജമാക്കിയാലും ഞാനിപ്പോൾ തന്നെ എൻ്റെ മകനെ മോചിപ്പിക്കാനായി അവിടേക്ക് പുറപ്പെടാൻ പോവുകയാണ്. പക്ഷേ ആര്യാക്ഷൻ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാരാജൻ, അത് വളരെ ചെറിയ ഒരു രാജ്യമാണ്. ഇത്രയും ചെറിയൊരു രാജ്യത്തെ തോൽപ്പിക്കുന്നതിനായി അങ്ങ് എന്തിനാണ് പുറപ്പെട്ടു പോകുന്നത്? യുവരാജാവിനെ രക്ഷിക്കുന്ന കാര്യം അങ്ങ് എന്നെ ഏൽപ്പിച്ചാലും ഞാനിത് ഭംഗിയായി നിർവഹിക്കുന്നതായിരിക്കും. ആര്യാക്ഷൻ്റെ ഈ അഭിപ്രായത്തെ ആ സഭയിൽ കൂടിയ എല്ലാവരും പിന്തുണച്ചു. പോരാത്തതിന് മന്ദാര കൂടി അദ്ദേഹത്തിന് പിന്തുണ നൽകി. കാരണം സ്വപ്നവ്യാഖ്യാന പ്രകാരം മഹാരാജാവിൻ്റെ അരികിലേക്ക് മറ്റൊരാളാണ് യുവരാജാവിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അതിനാൽ അങ്ങ് ആര്യാക്ഷനെ പോകാൻ അനുവദിച്ചാലും. അങ്ങനെ എല്ലാവരുടെയും നിർദ്ദേശത്തിന് വഴങ്ങി മഹാരാജൻ ആ ദൗത്യം സേനാധിപതിയെ ഏൽപ്പിച്ചു. കോപം കൊണ്ട് ജ്വലിച്ചിരുന്ന മഹാരാജാവ് മറ്റൊരു കാര്യം കൂടി സേനാധിപതിയോട് പറഞ്ഞു. എൻ്റെ മകനെ ബന്ധനസ്ഥനാക്കാൻ മുതിർന്ന ആ രാജ്യം ഇനി ബാക്കിയുണ്ടാവാൻ പാടില്ല. ഇന്നേ വരെ ദൃക്കാമതിപുരി ആരെയും അങ്ങോട്ടേക്ക് ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നാം ആദ്യമായി ഒരു രാജ്യത്തിന് നേരെ ആക്രമണത്തിന് ഒരുങ്ങുകയാണ്. ഇത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാകണം. ദൃക്കാമതിപുരിക്കെതിരെ തിരിയാൻ ആരും ഇനി ധൈര്യപ്പെടരുത്. സേതാഗിരി ഇതോടെ നാമാവശേഷമാകണം. ആവശ്യമായ സേനാബലത്തോടൊപ്പം എത്രയും വേഗം പുറപ്പെട്ടുകൊള്ളുക. എൻ്റെ പുത്രനുമായി നീ തിരിച്ചു വരുമ്പോൾ സേതാഗിരിയുടെ പതനത്തിൻ്റെ സന്തോഷ വാർത്തയും എൻ്റെ കാതുകളിൽ മുഴങ്ങണം. അങ്ങനെ ദൃക്കാമതിപുരി സേതാഗിരിക്കെതിരെയുള്ള പടയൊരുക്കം ആരംഭിച്ചു. ഇതിനു മുമ്പും പല ആക്രമണങ്ങളും ദൃക്കാമതിപുരിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം നിഷ്പ്രയാസം എതിർത്ത് തോൽപ്പിച്ച ചരിത്രമാണ് ദൃക്കാമതിപുരിക്കുള്ളതും. ഇതാദ്യമായിട്ടാണ് ദൃക്കാമതിപുരി ഒരു രാജ്യത്തിനെ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ പോകുന്നത്. ദൃക്കാമതിപുരിയുടെ സൈനിക ബലത്തെ വെച്ച് നോക്കുമ്പോൾ സേതാഗിരി അവർക്ക് ഒരു എതിരാളികളെ അല്ല. എന്നാൽ ഇവർ കരുതുന്നത് പോലെ സേതാഗിരി ഒരു സാധാരണ രാജ്യമല്ല. സൈനിക ബലത്തിന് മുകളിലും ചില കാര്യങ്ങളുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമായിരുന്നു സേതാഗിരി, അല്ലെങ്കിൽ മേദിനി കാണ്ഡം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഫൈൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീ യു അഗെയിൻ.